എനിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവതാരണ ഉണ്ടാക്കി മാർക്കറ്റിംഗ് സെയിൽസ് ടീമിൻ്റെ മുന്നിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഇതാണ് ഇന്ന ക്രൈറ്റീരിയ ഉള്ളവരാണെങ്കിൽ നമ്മുടെ കസ്റ്റമർ കേട്ടോ, അവരോട് ഇന്ന പ്രൊഡക്റ്റ് പിച്ച് ചെയ്യണം. ഇന്നവരാണെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ്, ഇന്നവനാണെങ്കിൽ കൊടുത്തു വേണ്ട അവനെ നോ പറഞ്ഞു വിട്ടേക്കുക. നമുക്ക് അവതാരണ കിട്ടി നമ്മുടെ സെയിൽസുകാരൻ. അപ്പോൾ ഇവരങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും, സാറിന് ഇന്ന പ്രശ്നങ്ങളില്ലേ? എങ്ങനെ അറിയാം? ഇത് നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ലേ സാറേ. ഇപ്പം എന്തായി? ഇഫ് യു നോ ദിസ് മച്ച് അബൌട്ട് മീ യു മസ്റ്റ് ഹാവ് എ സൊല്യൂഷൻ. ആരിഫിന് എന്നെക്കുറിച്ച് ഇത്രയും ഡീപ്പായിട്ട് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും ആരിഫിൻ്റെ കയ്യിൽ എനിക്കുള്ള സൊല്യൂഷനുണ്ട്, റൈറ്റ്? സോ ഓൾ ദ ഓഫേഴ്സ് മസ്റ്റ് ബി ബേസ്ഡ് ഓൺ യുവർ അവതാർ. അവതാറിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മളുടെ എല്ലാ ഓഫേഴ്സും സെറ്റ് ചെയ്യുന്നത്. ഇപ്പം എന്താ പ്രശ്നം? ആദ്യം ഓഫർ സെറ്റ് ചെയ്യും, എന്നിട്ട് കസ്റ്റമറെ തിരക്കി നടക്കും. ഹലോ ആണോ? ആദ്യം ഓഫർ ഇട്ടു, അത് കഴിഞ്ഞിട്ടാണ് കസ്റ്റമറെ തിരക്കി ഇറങ്ങുന്നത്. ഇതല്ലേ ഇപ്പം ചെയ്യുന്നത്. സോ ഇതായിരിക്കണം നമ്മുടെ ആ സ്റ്റെപ്പുകൾ. ഫൈൻഡ് ദ പീപ്പിൾ. ഒന്ന്, ആരെയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ അവതാറിനെ സെറ്റ് ചെയ്യുക. രണ്ട്, ലേൺ എബൌട്ട് വാട്ട് ദേ വാണ്ട്. അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുക. മൂന്ന്, സെപ്റ്റംബർ 3, ഇപ്പം അവർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട്, കറൻ്റ്ലി വാട്ട് ഓൾ ആർ ദേ ഗെറ്റിംഗ്, ഇപ്പം എന്തൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 4, ഇപ്പം അവർക്ക് എന്തൊക്കെ കിട്ടുന്നില്ല, വാട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ്. നമ്പർ 5, ഹൗ ക്യാൻ ഐ പ്രൊവൈഡ് ദാറ്റ്. എൻ്റെ അവതാറിനെ നോക്കി അവരുടെ പ്രശ്നം എന്താണെന്ന്, അവർക്ക് എന്താണ് വേണ്ടതെന്ന് നോക്കി, ഇപ്പം അവർക്ക് എന്തൊക്കെ കിട്ടുന്നെന്ന് നോക്കി, എന്തൊക്കെ കിട്ടുന്നില്ലെന്ന് നോക്കി, ആ കിട്ടാത്തത് എനിക്ക് എങ്ങനെ കൊടുക്കാം. ദിസ് ഈസ് ഹൗ യു ഹാവ് ടു സെറ്റ് യുവർ ഓഫർ. ഫൈൻഡ് ദ പീപ്പിൾ, ഫൈൻഡ് യുവർ അവതാർ. എന്നിട്ട് എന്ത് നോക്കണം? രണ്ടാമത്, അവരുടെ പ്രശ്നം എന്താണ് അവർക്ക് വേണ്ടതെന്ന് നോക്കണം. സ്ലോ ആക്കണം ഒന്നുകൂടെ. നമ്പർ 1, ഇത് മറ്റേ സ്റ്റെപ്പുമായിട്ട് ഒരു ബന്ധമില്ല കേട്ടോ. ഗ്യാപ്പ് ഫൈൻഡിങ് എൻ്റെ അകത്തെ സബ് പോയിൻറ്റ്സ് ആണ്. നമ്പർ 1, ഫൈൻഡ് യുവർ അവതാർ. നമ്പർ 2, ഫൈൻഡ് വാട്ട് ദേ വാണ്ട്, അവർക്ക് എന്താ വേണ്ടത് എന്ന് നോക്കുക. 3, ഫൈൻഡ് വാട്ട് ദേ ആർ ഗെറ്റിംഗ് നൗ, ഇപ്പോൾ അവർക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്ന് നോക്കുക. നമ്പർ 4, വാട്ട് ദേ ആർ നോട്ട് ഗെറ്റിംഗ് നൗ, ഇപ്പം എന്തൊക്കെ കിട്ടുന്നില്ല എന്ന് നോക്കുക. നമ്പർ 5, ഹൗ ക്യാൻ ഐ പ്രൊവൈഡ് ദാറ്റ്, അവന് വേണ്ട എന്നാൽ ഇന്ന് അവന് കിട്ടാത്ത ആ സാധനം എങ്ങനെ കൊടുക്കാൻ പറ്റും. ദിസ് ഈസ് അവർ ഓഫർ.